ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളൊരു ഷെയർ ചെയ്യാൻ പോകുന്നത് റിസൈൻ ആർട്ടിൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ റിസൈൻ ആർട്ട് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ എനിക്കും അതുപോലെ ഡൗട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വാങ്ങിച്ചത് റിസൈനാണ്. റിസൈൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ളതൊക്കെ നമ്മളൊന്ന് റീഡ് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തു. കാരണം അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല, എങ്ങനെ ചെയ്യുക, എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം റിസൈൻ വാങ്ങിച്ചിട്ട് അതൊക്കെ റീഡ് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റും അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയ സമയത്താണ് ബാക്കിയുള്ള ടൂൾസൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു റിസൈനിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 650 രൂപയാണ്. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇപ്പോൾ നമുക്ക് റിസൈൻ ആണെന്നുണ്ടെങ്കിൽ റിസൈൻ്റെ ടൂൾസ് ആണെന്നുണ്ടെങ്കിൽ ഒക്കെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജുകളിലും അതുപോലെ തന്നെ FB പേജുകളിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമുക്ക് അഥവാ നമുക്ക് പറ്റത്തില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഉള്ളൊരു ഓപ്ഷൻ നമ്മൾ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴേ ഉള്ളൂ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഞാൻ അധികം റിട്ടേൺ ഓപ്ഷൻ ഞാൻ കണ്ടിട്ടില്ല. അധികം നോ റിട്ടേൺ എന്നാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആമസോണിൽ തന്നെ വാങ്ങിക്കാനുള്ള കാരണം ഫസ്റ്റ് ടൈമാണല്ലോ. നമ്മൾ സെക്കൻഡ് ടൈം ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഓക്കെയാണ് ചെയ്യാൻ, ഓക്കെ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള റിസൈന്. അപ്പോൾ ഈ പോക്കിൻ്റെ റിസൈനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിട്ടാണ് നമ്മൾ ഒരു കിച്ചൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ ആണെങ്കിലല്ലേ ഉള്ളൂ നമുക്ക് ഈ ടൂൾസൊക്കെ നമുക്ക് വർക്കിംഗ് ആണെങ്കിൽ മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ടൂൾസൊക്കെ. അപ്പോൾ നമ്മൾ കിച്ചൺ ചെയ്തിട്ടുണ്ടായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോഴാണ് നമ്മൾ ഇനി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് വേണ്ടത് റിസൈനാണ്. പിന്നെ നമ്മൾ ഇതുപോലെ നമുക്ക് മെഷറിങ് കപ്പും അതുപോലെ തന്നെ സ്പൂണും. അപ്പോൾ സ്പൂണ് ഞാൻ പഴയതാണ് എടുത്തിട്ടുള്ളത്, കേക്കിന് യൂസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അത് പഴയതായപ്പം അതൊന്ന് മാറ്റിയപ്പം ആ പഴയ സ്പൂൺസൊക്കെ നമുക്ക് ക്രാഫ്റ്റിന് യൂസ് ചെയ്യാമല്ലോ വിചാരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മെഷറിങ് കപ്പ് 50 രൂപയോ 60 രൂപയെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അത്രയേ ഉള്ളൂ. കേക്ക് ഷോപ്പുകളിൽ നിന്നാണ് കിട്ടുക. നമുക്ക് ക്രാഫ്റ്റിൻ്റെ ഷോപ്പുകളിൽ ഉണ്ടായിരിക്കാം, ബട്ട് കൂടുതലായിട്ട് മെഷറിങ് ടൂൾസൊക്കെ കൂടുതലായിട്ട് നമുക്ക് കിട്ടുക ക്രാഫ്റ്റിൻ്റെനേക്കാളും കേക്കിൻ്റെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ കിട്ടുക. പിന്നെ മെഷറിങ് സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ മെഷറിങ് കപ്പാണെങ്കിലൊക്കെ എനിക്ക് റൈറ്റും ഒക്കെ കുറവായി തോന്നിയിട്ടുള്ളത് കേക്കിൻ്റെ ഷോപ്പുകളിലാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഡ്രില്ലറാണ്. ഡ്രില്ലർ ഏറ്റവും കുറഞ്ഞ റേറ്റിന് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഒരു അറൗണ്ട് 200 രൂപ ആ റേഞ്ചിൽ വരുന്നതാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ റേറ്റ് കൂടിയതുകൊണ്ട് റേറ്റ് കുറഞ്ഞതുണ്ട്. റേറ്റ് കൂടിയതെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രില്ലിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് വീതി കുറേ കൂടിയ ടൂൾസ് ഉള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഡ്രില്ല് ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, എന്താ നീഡിൽ, അവിടെ നമുക്ക് 4 എണ്ണേ കിട്ടിയിട്ടുള്ളൂ, 4 സൈസിലുള്ളതേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വലിയ ഡ്രില്ലിന് നീഡിൽസൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 400 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ വരും. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ടിങ് ആണല്ലോ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കൂടുതൽ സൈസുള്ളതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിത് ഡ്രില്ല് ചെയ്ത് നോക്കിയത് പ്ലാസ്റ്റിക്കിലും അതുപോലെ തന്നെ ഇതുപോലെ വുഡിലൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ വുഡിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചതാണ്. അപ്പോൾ ഇത് വർക്കാണ്. ഇപ്പോൾ നമ്മൾ കീ ചെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കീ ചെയിനിൽ ഓക്കെയാണ്. അപ്പോൾ നമ്മളൊരു അത്യാവശ്യം കീ ചെയിന് അങ്ങനെ ചെറിയ സാധനങ്ങൾക്കൊക്കെ ഇത് മതി. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു ഭാഗം ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് നമുക്ക് ഡ്രില്ലായി വരുന്നത്. ബാക്കിലുള്ള ഭാഗം നമ്മളിങ്ങനെ താഴേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം ഈ ഫ്രണ്ടിലുള്ള ഭാഗം ഇങ്ങനെ കറങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഭാഗം നമുക്ക് ഡ്രില്ലായി കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഡ്രില്ലിങ്ങിൻ്റെ വർക്കിംഗ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ വുഡിലൊക്കെ ചെയ്യുമ്പോൾ ഡ്രില്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആ ഇലക്ട്രിക് ഡ്രില്ലറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണല്ലോ, വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ചെറിയൊരു സാധനം എങ്ങനെ ചെയ്യുമെന്ന് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല വർക്കിംഗ് ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു പ്രൈസിന് നല്ല വർക്കിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് റിസൈനിന് ഒഴിച്ചു കൊടുക്കാനുള്ള മോൾഡാണ്. അപ്പോൾ മോൾഡ് ഞാൻ ഈ ഒരു കീ ചെയിൻ്റെ മോൾഡാണ് സെലക്ട് ചെയ്തത്. കാരണം എനിക്ക് 1-2 ഓർഡേഴ്സ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, കീ ചെയിൻ ചെയ്യുമോ സ്ക്രാപ്പ് ബുക്കിൻ്റെ കൂടെ ചോദിച്ചിട്ട്. അപ്പോൾ അതങ്ങനെ നമുക്കൊരു ഓർഡർ വന്നുകൊണ്ട് ഇന്ന് കീ ചെയിൻ തന്നെ ചെയ്യാം എന്നുള്ള രീതിക്കാണ് നമ്മൾ ആ ഒരു മോൾഡ് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കീ ചെയിനിൻ്റെ മോൾഡ് നമുക്ക് 1-2 രീതിയിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ABCD എന്നുള്ള ഈ ഒരു രീതിയിലല്ലാണ്ട് ഇതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ളത് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹോൾ ഉള്ളത് വരുന്നുണ്ട്. ഈ ഏത് ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ഹോൾ ഇട്ടിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ റിസൈൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗത്ത് ഹോളും കൂടെ വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ. ഏകദേശം എല്ലാം ഒരേ റേറ്റാണ്, ഒരു 490 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പിന്നെ നമ്മൾ കീ ചെയിനിലേക്ക് നമുക്ക് വേണ്ടത് ഇങ്ങനെ റിങ്ങുകളാണ്. അപ്പോൾ ഇതും നമുക്ക് ഒരുപാട് ഡിസൈനിലുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ അതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ തൂക്കിയിടാനുള്ള ടെസൽസ്, പിന്നെ കീ ചെയിനിന് ഞാൻ പറഞ്ഞില്ലേ ഇതിന് ഹോളില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്രില്ല് വെച്ചിട്ട് ഹോളിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെക്കേണ്ട ഒരു പിന്നുണ്ട്, അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ബോൾസാണ്. ഇത് ഡ്രസ് മൈ ക്രാഫ്റ്റിൻ്റെ അതിൽ വരുന്നതാണ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൽ ബീഡ്സ് അതുപോലെ സീക്വൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിൽ ഈ മേലുള്ള ഈ ഒരു ഭാഗം ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കീ ചെയിനിൻ്റെ കൂടെ നമുക്ക് ഹാങ് ചെയ്തിടാം, സ്ക്രാപ്പ് ബുക്കിൻ്റെ കൂടെ ഹാങ് ചെയ്തിടാം, അങ്ങനെയൊക്കെ പറ്റുന്നതാണ്. ഇതൊരു ഏകദേശം 150 ആ ഒരു റേഞ്ചിലുള്ളതാണ്.
എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കുറച്ച് മുമ്പ് വാങ്ങിച്ചതാണ്. അപ്പോൾ റിസൈൻ ആർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യുക, അതുപോലെ റെസ്പിറേറ്ററി മാസ്ക് യൂസ് ചെയ്യുക. പിന്നെ കുട്ടികളൊക്കെ റിസൈൻ ആർട്ട് ചെയ്യാണ്ടിരിക്കണമാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ഏത് റിസൈനാണ് യൂസ് ചെയ്യുന്നത് അത് നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുക, എന്നിട്ട് മാത്രം ചെയ്യുക. പിന്നെ ഏത് ആർട്ടാണെന്നുണ്ടെങ്കിലും റിസൈൻ ആയിക്കോട്ടെ, ഏത് ആർട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും അതിൻ്റെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ കുട്ടികളെ മാക്സിമം റിസൈനൊക്കെ അവോയ്ഡ് ചെയ്യുക. കാരണം മേലിലൊന്നും ആകാൻ പാടില്ല. കാരണം റിസൈനിൽ നമുക്ക് കിട്ടുന്ന അതിൽ നോട്ട്സിൽ എഴുതിയിട്ടുണ്ടാവും നമ്മൾ എങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, അത് എങ്ങനെയൊക്കെ കെയർ ചെയ്യണം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം റിസൈൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഈ റിസൈൻ്റെ കൂടെ നമുക്ക് ഡ്രൈ ഫ്ലവേഴ്സും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ വീട്ടിൽ തന്നെ നമ്മളുള്ള ഫ്ലവേഴ്സ് ഉണക്കിയെടുത്തിട്ടാണ് ഈ ഒരു കീ ചെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്